ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. മുംബൈയിൽ പോയിട്ട് കേട്ടോൺ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്ത വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അതിൻ്റെ ബാക്കിയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണാട്ടോ. ഹാൻബിൻ ആയിരുന്നല്ലോ ലാസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു അടിപൊളി വൈബന്നായിരുന്നു. എല്ലാ സോങ്സും, പ്രത്യേകിച്ച് ബി ടി ഒക്കെ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. അതിനൊക്കെ നമ്മൾ ആർമാദിച്ചിട്ടോ, അങ്ങനെ തന്നെ പറയാം. ഈ 4 ഐഡോൾസിൻ്റെയും പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇവരുടെ ഒരു കൊളാബ് സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ആ ഒരു കൊളാബ് സ്റ്റേജ് കിട്ടിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും എല്ലാത്തിനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് മിസ്സായി. കൊളാബ് സ്റ്റേജ് ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ആരും പോവാതെ അവിടെ തന്നെ നിൽക്കായിരുന്നു കേട്ടോ കുറേ നേരത്തിന്. കാരണം എന്തോ ഒരു തരം ഒരു ഡിപ്രഷൻ അങ്ങനെ വന്നു പെട്ടെന്ന്. ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സങ്കടമൊക്കെ വന്നു. അലീന പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടേതായ ഒരു ലോകത്തായിരുന്നു കേട്ടോ. ഈ കൺഫെറ്റി എടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് അങ്ങനെ ആർഭാദിക്കായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു. അലീനയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐഡോൾസ് എന്ന് പറയുന്നത് എക്സോലെ ഖായും ഗോഡ്സോണിലെ ജിങ്ങങ് ആണ്. ജിങ്ങങ്ങിനെ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ ഇഷ്ടം ബാമ്പത്തിനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ മലയാളി ഫ്രണ്ട് ഷെറീനെ കണ്ടിട്ടോ. ആളൊരു എക്സോൽ ആണ്. ബിഐയുടെ ഫാനായി മാറിട്ടാ. ബാമ്പത്തിന്റെ ഫാനായിട്ട് വന്നതാ. ബിഐയുടെ ഫാനായി മാറി. അവളെ ബിഐ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. ഷെറിൻ്റെ കൂടെ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കിടന്നാൽ മതി, ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ലെവലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നേരത്തെ കാലത്ത് തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. എവിടേക്കാന്നല്ലേ അത് ഞാൻ വഴിയേ പറയാം. നമുക്കിന്ന് ഡ്രസ്സിന് കളർ കോഡൊക്കെ ഉണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ആണ് കേട്ടോ തീം. ഞങ്ങളിപ്പോൾ താമസിച്ചിരുന്ന അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇനി നേരെ പോകുന്നത് ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവർ എയർബിഎൻബി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഷെയറിംഗ് ആയിട്ട് നിൽക്കാനാണ് പോകുന്നത്. ഞങ്ങളുടെ ലഗേജൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അവിടുന്ന് നേരെ പോകുന്നത് ഈ കേട്ടോൺ ഫെസ്റ്റിവൽ നടത്തിയവർ തന്നെ ഒരു ഫാൻ സൈൻ ഇവൻറ്റും കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ബാമ്പത്തിൻ്റെയാണ്. അപ്പോൾ അവിടേക്കാണ് യാത്ര. കെ പോപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് ഗോഡ്7. ഈ ഗോഡ്7ലെ ഒരു മെമ്പറാണ് ബാമ്പം. ഇന്ത്യൻ അഗസ്യ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ അഹില്യയുടെ നേതൃത്വത്തിലാണ് കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ മാത്രമല്ല, അലീനയും നല്ല ത്രില്ലിലാണ്. ബാമ്പത്തിൻ്റെ ഫാൻ സൈൻ നടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിലാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. ഈ ഒരു റെഡ് സാരി എടുത്തിരിക്കുന്ന പെൺകുട്ടിനെ കണ്ടോ? അതാരാന്നറിയോ? മലയാളിയാണ് കേട്ടോ, ഡോക്ടറാണ്. ഈ നിൽക്കുന്ന മസിൽമാനാണ് നമ്മുടെ ബാമ്പത്തിൻ്റെ മാനേജർ. പുള്ളി ഭയങ്കര ഗൗരവക്കാരനാണ്, ചില്ലറക്കാരനൊന്നല്ല. എന്തായാലും ആരും പെട്ടെന്നൊന്നും ബാമ്പത്തിൻ്റെ അടുത്തേക്ക് വരില്ല. ബാമ്പത്തിൻ്റെ വേൾഡ് ടൂറും അതുപോലെ ഫാൻസൈനും അവസാനിക്കുന്ന ലാസ്റ്റ് ഇവൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫാൻസൈൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളിൽ നിന്ന് നറുക്കെടുത്തിട്ടാണ് പുള്ളി iPhone 15 ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ. We can hug? Oh yes, why not? അങ്ങനെ ഫാൻ സൈനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഹൈടച്ച് ആണ്. അതായത് അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ബാമ്പത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഹൈഫൈ കൊടുക്കുക ചെയ്യാം. അതിങ്ങനെ പെട്ടെന്ന് ചെയ്തു പോവാണ് വേണ്ടത്. അല്ലാതെ ബാമ്പത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവരോട് സംസാരിക്കാനോ വേറെ രീതിയിൽ ടച്ച് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വളരെ വ്യക്തമായിട്ട് മാനേജർ ഓർഗനൈസേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. Allowed only from the back camera, no selfies, no grabbing of the hand. If he does it, if Bam is doing it, just cherish the moment, please. Don't. Okay, and you have to keep moving very quickly. Okay.
ഈ കുട്ടീനെ കണ്ടോ, ഞാൻ കേട്ടോണിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. നല്ലൊരു മിടുക്കനായ കുട്ടിയാണ്. K-pop എല്ലാ ഗ്രൂപ്പും സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗേൾ ഗ്രൂപ്പ് ആവട്ടെ ബോയ് ഗ്രൂപ്പ് ആവട്ടെ, എല്ലാ ഡാൻസും അറിയാം, എല്ലാതും അറിയാം. അങ്ങനെ ഹൈ ടച്ചിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലൈനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത്, അതായത് അലീന ഇങ്ങനെ കൈ കൊടുക്കാൻ പോകുന്ന സമയമല്ലേ, ആ ടൈം വെച്ചിട്ട് ഞാൻ ക്യാമറ എന്തോ ചെയ്ത് ക്യാമറ ഓഫായി. പിന്നെ ഞാൻ കൊടുക്കുന്നത് ഒന്നും കിട്ടിയില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കിളി പോയൊരവസ്ഥയായിരുന്നു. എന്തൊക്കെയോ വെപ്രാളത്തിൽ ക്യാമറ ഓഫായി. ബാമ്പം അലീനോട് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കും മനസ്സിലായില്ല, അവൾക്കും മനസ്സിലായില്ല എന്താ ചോദിച്ചതെന്നുള്ളത് കേട്ടോ. പിന്നെ അതിനൊക്കെ ഒരു മറുപടി പറയാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. എന്തോ കിളി പോയ അവസ്ഥയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ മാനേജർ ഗോ 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഹൈ ടച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അലീന ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇവിടെ എത്താനുള്ള ഒരു ധൃതി കാരണം അങ്ങനെ അങ്ങ് പോരുകയാണ് ചെയ്തത്. അവിടെ വെച്ച് ഗോഡ്സ് ഓൺ ഇന്ത്യ മിഷൻ എന്ന ഗ്രൂപ്പിലെ കുറേ മെമ്പേഴ്സിനെ കണ്ടു കേട്ടോ. അങ്ങനെ അവരൊക്കെ പരിചയപ്പെട്ടു. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ ഇങ്ങനെ പോയിരുന്ന് കുറേ നേരം സംസാരിച്ചു. നമ്മുടെ ഐഡോൾസിനെ കുറിച്ചും പിന്നെ നമ്മുടെ ലൈഫിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. Guys, we are at Marine Drive in Mumbai. സ്വന്തമായി കാര്യം പറയാനാണ്. മുമ്പേ വരുമ്പോ കയ്യില് പൈസ വെച്ചില്ലെങ്കിൽ ഇവിടുന്ന് കാല് കിട്ടാൻ പറ്റും. Why? ബിക്കോസ് ഇവിടെ ഒരു വെള്ളത്തിന് പോലും നല്ല വില. ആണോ? വെള്ളത്തിന് മാത്രമേ ഉള്ളൂ? വെള്ളത്തിനല്ല, അങ്ങനെ എനിക്കിപ്പോ ഡ്രസ്സിനും എല്ലാത്തിനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തോന്നിയത് എന്താ അറിയോ? ക്യാബ്. അതേപോലെ ഊബർ. അതന്നെ, ക്യാബ് വിളിക്കുമ്പോൾ നല്ല ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ ഈ ട്രെയിനിലൊക്കെ പോകുന്നവർക്ക് കയ്യിൽ പൈസ വെച്ചു. ആ അതെ, അവിടെ ലിക്വിഡ് മണി, അവിടെ ഗൂഗിൾ പേ. കയ്യിൽ കാശുള്ളവർ മാത്രം മുംബൈ പോകാം. മുംബൈ മാത്രമല്ല, എവിടെയാണെങ്കിലും കയ്യിൽ ലിക്വിഡ് മണി വേണം. ഒരു സാധനം വാങ്ങിച്ചാൽ പോലെ അതിന് നല്ല വില ഉണ്ട്. അതൊന്നും ഒന്നും മനസ്സിലായില്ല. എടീ എനിക്ക് ഒന്നും വാങ്ങിച്ചു തന്നില്ല. എടീന്നോണ പറയരുത്. വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആ, ബാക്കിയുള്ള സാധനം വാങ്ങിക്കാനേ നോക്കുമ്പോൾ നല്ല വിലയുണ്ട്. എന്ത് സാധനം എനിക്ക് വാങ്ങിക്കട്ടെ? നീ പറഞ്ഞ എല്ലാം ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചു തന്നില്ലേ? അതല്ല, ആ. അതില്ല, ആ, then what? നമ്മൾ എന്തെങ്കിലും സാധനം എടുത്താ അത് നോക്കുമ്പോൾ നല്ല വില ഉണ്ടാകും. വില ഉണ്ടാവും, ഓക്കെ, അത് സ്വാഭാവികം. അതുകൊണ്ട് ആരും വാങ്ങിക്കരുത്. ഇതിപ്പോ ഞാൻ നിനക്കൊന്നും വാങ്ങിച്ചു തരാത്ത പോലെ ആയില്ലേ? നോ, എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട്. വാങ്ങിച്ചു തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങനെ ഒരുങ്ങി കെട്ടി എവിടെ പോയതാ? ഷൂ എവിടെ? ഷൂവ് കൊണ്ടുപോയി ഗൈസ്. ആരോ കൊണ്ടുപോയി ഗൈസ്. നോണ പറയണ്ട. ആരോ കൊണ്ടുപോയി ഗൈസ്. എനിക്കറിയൂല എൻ്റെ ഷൂവ്. അപ്പൊ ഇന്ന് നമ്മളെ കാണാൻ പോയ ആളുടെ പേര് വന്നെങ്കിലൊക്കെ കരയുന്ന കരയട്ടെ. ബാമ്പത്തിന് കാണാൻ പോയേ. എന്റെ എക്സ്പീരിയൻസ് പറയൂ. ബാമ്പത്തിന് കണ്ടു. കണ്ടു. ഞങ്ങൾ ഷെയ്ക്കാൻ കൊടുത്തു. ഓക്കെ. എന്നെ കണ്ട തൃപ്തിയായില്ല. ഈ ബാമ്പത്തിന് കാണാൻ പറ്റൂല. തൃപ്തിയായില്ല? വൈ? What was that? I and Bambam. You guys did that? Yes. Wow. Are you happy? Yes. But But you are looking sad now. I want to see. Once more? Yes, of course. Let me show him this video. Bye. 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 അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പാവ് ഭാജി, പാനിപൂരി, വടാപ്പാവ് അതൊക്കെ നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് റൂമിലേക്ക്. പിറ്റേന്ന് നേരെ വെളുത്ത ഉടനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ 7-Eleven പോയത്. അത് നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് രുചികരമായിട്ടുള്ള ഫുഡ് കിട്ടും. അപ്പോൾ അവിടെ തന്നെ വീണ്ടും പോയി ഒരു ബ്രഞ്ച് പോലെയാണ് കഴിച്ചത്. ഇനി നേരെ നാട്ടിലോട്ട് പോവല്ലേ, അപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസും ഇവിടുന്ന് വാങ്ങിച്ചു. മുംബൈ LTTന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളതിൽ നേരത്തെ കയറിയിരുന്നു.
ഞങ്ങളുടെ സീറ്റ് ലോവർ തന്നെയായിരുന്നു. ഞാനത് നോക്കിയെടുത്തതാണ് കേട്ടോ പ്രത്യേകം. എനിക്ക് എപ്പോഴും ലോവറാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ സൈഡ് അപ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തതൊക്കെ എനിക്ക് ലോവറാണ് ഇഷ്ടം. പക്ഷേ മിഡിൽ ബർത്തിലും അപ്പർ ബർത്തിലും ഉണ്ടായിരുന്നത് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരാട്ടോ. ഒരു 60 ഒക്കെ ഏജുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് സീറ്റ് മാറ്റി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സീറ്റ് മാറി. അലീനക്ക് സൈഡ് അപ്പറും എനിക്ക് അപ്പർ ബർത്തുമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അലീനനെ അവിടെ ഒറ്റയ്ക്ക് കിടത്തിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവൾ നല്ലോണം ഉരുളു കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. നേരം വെളുത്ത് കേരളത്തിൻ്റെ ഈ പച്ചപ്പ് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല നല്ല സന്തോഷമായിട്ടോ. പിന്നെ നമ്മുടെ നാടെത്തിയതും വീടെത്തിയതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കിറ്റില്ലേ, ഇതെനിക്ക് കേട്ടോൺ ഫെസ്റ്റിവലിന് പോയപ്പോൾ കിട്ടിയതാണേ. നമുക്കിതിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഈ ബാഗ് തുറന്നു. ഫസ്റ്റ് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. കാണാനുണ്ടോ? ടപ്പോക്കി, ഇൻസ്റ്റൻറ്റ് ടപ്പോക്കിയാണ്. നമ്മളിതിൽ ചുടുവെള്ളം ഒഴിച്ചിട്ടൊക്കെ ചെയ്യുന്ന കാര്യം കേട്ടോ. കൊറിയൻ പ്രൊഡക്റ്റാണ്. അടുത്തത് ഒരു സ്നാക്കാണ്. ക്രഞ്ചി സ്വീറ്റ് ആൻഡ് സ്പൈസി എന്നുള്ളൊരു കൊറിയൻ പ്രൊഡക്റ്റാണ് അതും. അടുത്തത് പാനീയം. നല്ല സ്പൈസി ആയിരിക്കണം മിക്കവാറും. കൊറിയൻ പാനീയം. ഓക്കെ, ഇനി കുറേ കാർഡുകളൊക്കെയാണ് വരുന്നത് തോന്നുന്നു. ഇത് കണ്ടോ കണ്ടോ, ഇത് BIനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കാർഡാണ്. ഇത് ഫാൻസ് ഉണ്ടാക്കിയ BI ഫാൻസ് ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്തത് ഇത് ചാടി. ഓക്കെ, ഇത് നമ്മളുടെ അഗസേസ് ഉണ്ടാക്കിയതാണ്. ഗോഡ്സോൻ്റെ ഇല്ലേ വായ് ഇല്ല ഗൈസ്. ഇത് പിന്നെ കേട്ടോണെന്ന് അവർ തന്നിട്ടുള്ള ഫാൻ സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ എല്ലാവരും പെർഫോം ചെയ്യുന്ന സോങ്സിൻ്റെ എല്ലാം ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനത് അപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലേ, എല്ലാം കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഇതൊരു കാർഡ്. ഇതെന്താ, പോസ്റ്റ് കാർഡ്. ഒരു കീറിങ് ഉണ്ടോ. പിന്നെ നമുക്ക് ബാഗ് മേലൊക്കെ തൂക്കാം. ഇത് ഫോട്ടോ കാർഡ്സാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഷ്യൂമിൻ, ചെൻ, BI, ബാം. സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് കേട്ടോണ്ട് വെച്ചിട്ടുള്ള. നമുക്കൊരു കീ ചെയിൻ ഉണ്ട് കേട്ടോ കേട്ടോണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബാഗിലുണ്ടായിരുന്നത്. ഇതവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. നമുക്ക് ബാമ്പത്തിൻ്റെ ഫാൻ സൈനും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്കൊരു ഫ്രീബി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രീ ആയി കിട്ടുന്നതെല്ലാം വാങ്ങിക്കും. അതാണ് എനിക്ക് മോൾക്കും കിട്ടിയ ഫ്രീബിയാണിത്. ഗോഡ്സൺ ഫാൻസിൻ്റെ, അതായത് ഫാൻ പേജ് ഉണ്ടാവില്ലേ, അതിൻ്റെ അഡ്മിൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫ്രീബിയാണിത്. ഇതിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു റിബൺ ഉണ്ട്. എന്താ വെച്ചാൽ ഇത് ബാമ്പത്തിൻ്റെ ഒരു തീമാണ് വന്നിട്ടുള്ളത്. ബാമ്പത്തിൻ്റെ സോളോ ആയിട്ടുള്ള ഇതിൻ്റെ തീമാണ് കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക്. ഒരു സ്ക്രഞ്ചി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഇതാട്ടോ വീടാണ്. ദിസ് ഇസ് ക്യൂട്ട്. ആണോ, നല്ല രസമാണ്. ക്യാൻഡിലാണ് കേട്ടോ. പിന്നെ ഒരു ഗോഡ് 7ൻ്റെ പിക്ക് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സ്റ്റോറി ഒക്കെ ഉണ്ട്. വാട്ട് സ്റ്റാർട്ട് ഓഫ് എ വിഷ്വൽ ഗ്രൂപ്പ് ചാറ്റ് അവൺ ഐ ഗോഡ് 7 ഇസ് ബാക്ക്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ മണി പിന്നെ വായിക്കറിയാം. പിന്നെ ബാമ്പത്തിൻ്റെ ഒരു ക്യൂട്ട് പിക്ക് ഉണ്ട്. കണ്ടോ, ഗോഡ്സ് ഓൺ മിഷൻ ഇന്ത്യ. ഞാനൊക്കെ ആ ഒരു മിഷൻ ഇന്ത്യയിലെ ഗ്രൂപ്പിലെ അംഗമാണ് കേട്ടോ, മെമ്പറാണ്. പിന്നെ ഫാമീസ് അത്രയുള്ളത്. ഇനി ഇത് അതുപോലത്തെ ഗ്രീൻ കളർ റിബണ്ട വരുന്നുണ്ട്. നമ്മുടെ അഗസയുടെ കളറാണ്, ഗോഡ്സോൻ്റെ ഫാൻ കളറാണ്. ഗ്രീൻ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇതിൽ ബ്ലാക്കാണ്. ഇതൊക്കെ സെയിം ആട്ടോ. എനിക്കൊരു ക്യാൻഡിലുള്ളൂ. നേരത്തെ 2 ക്യാൻഡിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സെയിമാണ്. ഇതാ ഫോട്ടോ കാർഡ് ആൻഡ് ദിസ്. ഇത്രയേ ഉള്ളൂ.
എന്തായാലും താങ്ക് യു സോ മച്ച്. അഹില്യാണ് ഇതിൻ്റെയൊക്കെ ഓർഗനൈസർ. അവളെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി കുറേ കാലത്തിന് ശേഷം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ആക്ച്വലി ഞാൻ അവളുടെ ഒരു ഫാനായി മാറി. കാരണം ഇത്രയും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.